അവിടെ കൂടെ നോക്കിട്ട് പോ. വേണ്ട സാർ, നാളെ ആവട്ടെ. ഇനിയും താമസിച്ച നട അടയ്ക്കും. ഇന്നൊരു മൂടുള്ള ദിവസമാ. നാളെ ഇനി അതിനുവേണ്ടി മെനക്കെടണ്ടേ? നട അടക്കുന്നതിന് മുമ്പ് നമുക്കവിടെ പറന്നെത്താം. വാ വാ ശ്യാമേ, വാടോ. ഒന്ന് വേഗം ഡ്രൈവ് ചെയ്യൂ സർ, ഇല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും നട അടയ്ക്കും. ലക്ഷണം കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നുന്നേ. കരയുന്നോ? ശ്യാമ ഇത്ര തില്ലിയാണോ? നട അടച്ചാൽ തന്നെ എന്താ? നാളെ രാവിലെ അതങ്ങ് തുറക്കത്തില്ലേ? ദേവൻ അവിടെ തന്നെ കാണും. മൂപ്പരങ്ങ് ഓടിപ്പോത്തൊന്നുമില്ല. ഇന്ന് ഹരിയുടെ ജന്മദിനമാണ്. ഇതുവരെ ഞാനത് മുടക്കിയിട്ടില്ല. ശ്യാമേ, സാരമില്ല. നട അടച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ശ്യാമേ, ഞാൻ ഒന്നും പറയണ്ട. എനിക്കറിയാം നിങ്ങൾ മനഃപൂർവ്വം വൈകിച്ചതാണ്. ഞാൻ എത്ര തവണ പറഞ്ഞു പോകാമെന്ന്. ശ്യാമേ, ഇല്ല, സാറേ, ചായ ചായ. സാർ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോ വെളുപ്പാൻ കാലമായല്ലേ? ഞാൻ ഇന്നലെ രാത്രി 1-2 പ്രാവശ്യം എഴുന്നേറ്റു. അപ്പോഴൊക്കെ സാറിന്റെ മുറി ലൈറ്റ് കണ്ടു. എഴുതായിരുന്നിരിക്കും അല്ലേ? ആണല്ലേ? അല്ല, അപ്പൊ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരാം അല്ലേ? അല്ലല്ലേ ലല്ലൂയ അല്ലല്ലൂയ ലല്ലേ ലല്ലേ. അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. Yes, come in. എന്നെ വേണമെങ്കിൽ 2 തല്ലിക്കോ. തല്ലുകൊള്ളേണ്ട പണി ചെയ്തത് ഞാനല്ലേ? മനഃപൂർവ്വം ശ്യാമയെ. സാർ പ്ലീസ്, മനഃപൂർവ്വം അല്ലെന്ന് എനിക്കറിയാം. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഹരിയെ കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. സാറ് വെറുതെ പറയാണെന്ന് എനിക്കറിയാം. ഞാൻ വളരെ ഡെലിക്കേറ്റ് ആണെന്ന് അവരുടെയൊക്കെ ധാരണ. ഇന്നൊരു ദിവസം എന്റെ കഥ കേൾക്കാൻ സമയം ഉണ്ടാവുമോ? തീർച്ചയായും. ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്താണ് പഠിച്ചിരുന്നത്.
താമസമൊക്കെ ഹോസ്റ്റലിൽ. ഞാനിന്ന് ഫസ്റ്റ് ഇയർ BA-ക്കും ഹരി BSc ഫൈനൽ ഇയറും. എന്നെ ഡാൻസ് പഠിപ്പിക്കാനൊക്കെ ഉത്സാഹിച്ചത് ഹരിയാണ്. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശ്യാമേ. ഗുഡ് ഈവനിങ് സിസ്റ്റർ. ഗുഡ് ഈവനിങ്. കുട്ടി എവിടെയായിരുന്നു ഇത്രയും സമയം? ഞാൻ വെറുതെ ഇങ്ങനെ ഡാൻസ് പഠിക്കാൻ പോയതാ. ഞാൻ കുറെ ദിവസമായി കാണുന്നുണ്ട്. നിനക്ക് ഡാൻസ് പഠിത്തം കുറച്ച് കൂടുന്നു. ആരാ മോട്ടോർ സൈക്കിളുകാരൻ? ആഹാ, നിലത്ത് വട്ടം വരയ്ക്കുന്നു. അഹങ്കാരി. ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് നിനക്കറിയാമോ? അറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അറിവില്ലായ്മ കൊണ്ടും ചോരത്തിളപ്പ് കൊണ്ടും സാത്താന്റെ പരീക്ഷണത്തിൽ ഞാൻ വീണുപോയി. എല്ലാം ക്ഷമിക്കുന്നവനായ ഞങ്ങളുടെ പിതാവേ, ചെയ്തു പോയ സമസ്താപരാധങ്ങളും എന്നോട് പൊറുക്കേണമേ. ഞങ്ങളോടല്ല, എന്നോട് പൊറുക്കേണമേ. എനിക്ക് വലിയ കൂസലൊന്നും ഇല്ലെന്ന് കണ്ടപ്പോ രാത്രി അവരെന്നെ പിന്നെയും പിടിച്ചു വരട്ടി. വീട്ടിലറിയിക്കുന്നു. ഞാൻ വരേണ്ടതുപോലെ അഭിനയിച്ചു. എന്റെ പൊന്ന് സിസ്റ്റർ, എന്നെ ചതിക്കില്ലേ, എന്റെ പഠിത്തം മുടങ്ങും, എന്റെ ഭാവി പോവും എന്നൊക്കെ പറഞ്ഞ കരച്ചിലെന്ന് പറഞ്ഞാൽ സാധാരണ കരച്ചിലില്ല. അടിച്ച് തകർത്തങ്ങ് കരഞ്ഞു. സിസ്റ്റർ ആകെ പേടിച്ചു പോയി. പിന്നെ എനിക്ക് കൽക്കണ്ടവും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ച് തന്നെ സമാധാനപ്പെടുത്തി പറഞ്ഞു വിട്ട്. ചുമ്മാതല്ല കേട്ടാ. ആ പിന്നെ ഏയ് ഇതൊന്നും വേണ്ട കേട്ടാ. ക്ഷമിക്കണം, സാത്താന്റെ പരീക്ഷണത്തിൽ വീണുപോയി. മുട്ടുകുത്തിയേക്ക്. മുട്ടുകുത്തി നിൽക്കാൻ. ആ പറഞ്ഞോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അറിവില്ലായ്മ കൊണ്ടും ചോരത്തിളപ്പ് കൊണ്ടും സാത്താന്റെ പരീക്ഷണത്തിൽ ഞാൻ വീണുപോയി. ചെയ്തു പോയ സമസ്ത അപരാധങ്ങളും പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മതിയോ? മതി മതി, കുട്ടികളൊക്കെ നോക്കുന്നു. ഓണക്കെട്. ഹായ്. എന്ത് വേണം? എനിക്കൊരു സ്ട്രോങ് കോഫി. നിനക്കോ? കഴിക്കാൻ എന്തുണ്ട്? വാഴയ്ക്കപ്പം, പരിപ്പോടെ, ഉഴുന്നോടെ, ഉണ്ടമ്പൊരു, തൈരോടെ, സുഖ്യൻ, അച്ചപ്പം, അരിയുണ്ട, കുടലപ്പം, വെളുത്തലുവ, കറുത്തലുവ. എല്ലാം ഓരോന്നും കൊണ്ടുവാ. അല്ല, ഇതൊക്കെ ആർക്ക് തിന്നാണ്? എനിക്ക്. യോ വിശന്നിട്ട് വയ്യ. കൊടവേറി, നീ ഇപ്പോഴല്ലേ ഹോസ്റ്റലിൽ ഊണ് കഴിച്ചത്? ആര് കഴിച്ചു? ഞാനിങ്ങും കഴിച്ചില്ല. എന്നും ഒരേ കറി. കപ്പളങ്ങ തോരൻ, കപ്പളങ്ങ തീയല്, കപ്പളങ്ങ സാമ്പാർ. കഴിച്ചു മടുത്ത്. മേറ്റിനെ ഞങ്ങൾ വിളിക്കുന്നതിന് കപ്പളങ്ങ അമ്മയെന്നാ. നോക്കി മനസ്സിലായി. എനിക്കറിയാം. അപ്പോഴേ ആസാനിങ്ങനെ ആർട്സ് ക്ലബ് സെക്രട്ടറി എന്ന് പറഞ്ഞ് പ്രേമിച്ച് നടന്നാ മതിയോ? ഇനോഗ്രേഷൻ ഒന്നും നടത്തണ്ടേ? പിന്നെന്താ, നമുക്ക് തകർത്ത് കളയാം. പിന്നെ ഇയാള് തകർക്കാൻ തുടങ്ങിയിട്ട് 3-4 മാസമായി. ഇനി എന്നാ? ആരും ഭൂമിയൊന്നും വേണ്ട. അടുത്ത മാസം, അതായത് ഡിസംബർ 7-ാം തീയതി. ഇന്നാണ് ഫിക്സ് ചെയ്തത്. ആരാണ് ഉദ്ഘാടനം എന്നറിയാമോ? രാജീവ് ഗാന്ധി ആയിരിക്കും. അല്ല, സുപ്രസിദ്ധ സിനിമാ സംവിധായകൻ ശ്രീ വിശ്വനാഥൻ. പിന്നെ ഇയാൾ എന്ന് വിളിക്കുമ്പോ വരാനിരിക്കല്ലേ വിശ്വനാഥൻ? അങ്ങേര് പറന്നു വരും. ഹരിയുടെ ക്ലോസ് ഫ്രണ്ടാ വിശ്വനാഥൻ. വേറെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ. ലതികയുടെ പാട്ട്, കൃഷ്ണകുമാറിന്റെ മിമിക്രി, നാരായണൻ പോറ്റിയുടെ ക്ലാസിക്കൽ മ്യൂസിക്, സർവോപരി മിസ് ശ്യാമയുടെ ഭരതനാട്യം. എന്റെ ഡാൻസ്. എന്താ ഇതൊക്കെ പോരെ? എന്തിനാ അവരുടെ പുളുവടിക്കാൻ പോയി? പുളു? എന്ത് പുളു? ഡാൻസിന്റെ അരങ്ങേറ്റം നടത്താൻ കാശ് എത്ര വേണമെന്നാ വിചാരം? ഉണ്ടാക്കാം. ഉണ്ടാക്കും. ഹരിയേട്ടൻ വിളിച്ചാലുടനെ വിശ്വനാഥനിങ് വരുമല്ലോ. വരുത്തിത്തരാം. വരുത്തും. വെറുതെ ബാക്കിയുള്ളവരെ കൂടി നാണം കെടുത്താൻ. ഞാൻ പറയാനേ, അച്ഛൻ അറിഞ്ഞ രണ്ടിനെ അരിഞ്ഞോളെ. തന്നെയല്ല, ഈ കൂത്തിനൊന്നും തരാൻ എന്റെ ഒട്ട് പൈസ ഇല്ല. അമ്മ ഒരുമാതിരി കലാബോധമില്ലാതെ സംസാരിക്കില്ല. അല്ലമ്മേ, ഈ നാട്യകലയുടെ അപൂർവമായ സീമകളിലേക്ക് അമ്മയുടെ മകൾ ഇങ്ങനെ പറന്നുയരുന്നത് കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ലേ?
അയ്യടി മോളെ, ഈ കൊച്ചിന് എന്ത് പറ്റി? ഇവിടുന്ന് പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അമ്മേ, അത് ഓ, നീയും അവന് കൂട്ടു നിൽക്കുകയാണല്ലേ? എന്റെ പൊന്നമ്മേ, ഞാൻ 100 വട്ടം പറഞ്ഞതാ വേണ്ടെന്ന്. പിന്നെ കെട്ടാൻ പോകുന്ന ആളല്ലേ, ആദ്യമായിട്ടൊരു കാര്യം ചോദിക്കുമ്പോ എങ്ങനെ വയ്യെന്നങ്ങ് തീർത്ത് പറയാ? എനിക്കിതിൽ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. ഏതായാലും ചോദിച്ചു പോയില്ലമ്മേ. ഉണ്ടെങ്കിൽ ഒരു 100-500 രൂപ കൊടു. ശല്യം ഒഴിയട്ടെ. നീ പൊടിയെടുത്ത് അവിടെ ഒരു വക്കാലത്ത് കണ്ടില്ലേ? അപ്പൊ അമ്മ പൈസ തരില്ലല്ലേ? ഇല്ല. എന്നാ വേണ്ട, ഈ വീട്ടിൽ കലാബോധമുള്ള വേറെ ആണുങ്ങളുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. മേ ഐ കമിൻ? നോ. ചന്ദ്രേട്ടാ, ഞാനാ. മേ ഐ കമിൻ? ഐ ഓൾറെഡി ടോൾഡ് യു നോ. രാവിലെ ചുമ്മാ തമാശ കളിക്കുവാന്ന്. ഈ അമ്മ ഒരു ഭയങ്കര സാധനം തന്നെ അല്ലേ? ഞാനൊരു 1000 രൂപ വെച്ചിട്ട് തന്നില്ല. ചന്ദ്രേട്ടനെയൊക്കെ സമ്മതിക്കണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു? ഡാ മതി. നാണം ഉണ്ടോടാ നിനക്ക്? കെട്ടാൻ പോണ പെണ്ണിനെ വേഷം കെട്ടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ നിർത്തി തുള്ളിക്കാൻ അതിന് 1000 രൂപ വേണം അത്രേ. കാലണയാൻ തരത്തില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. പോ. അല്ല, ഞാൻ എടാ നിന്നോടാ പറഞ്ഞ പോകാൻ. then make it 500. ഏതായാലും സ്ത്രീധനവും തരാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ആഹാ, എന്റെ മോന് ശ്രീധരൻ വേണം അല്ലേ? എന്ത് തരാമല്ലോ. എന്താ? വടാ. വേണ്ട. മേടിച്ചോണ്ട് പോടാ. എടാ ഇവിടെ വാ. ഹരിക്ക് പിന്നെ അതൊരു വാശി പോലെയായി. എങ്ങനെയെങ്കിലും പ്രോഗ്രാം നടത്തുമെന്ന് പറഞ്ഞാ വീട്ടിൽ നിന്ന് പോന്നത്. അന്ന് സാറിനെ ക്ഷണിക്കാൻ ഞങ്ങൾ രണ്ടാളും കൂടെ വീട്ടിൽ വന്നത്. റിയലി? ശ്യാമ ഉണ്ടായിരുന്നു? സാറൊന്ന് ഭയങ്കര ബിസിയായിരുന്നു. പാവം സാറിന്റെ ഭാര്യ. അവരൊന്നും ഞങ്ങളോട് ഒത്തിരി സ്നേഹമായിട്ടാ പെരുമാറിയത്. ഹരിയൊന്ന് ചേച്ചി കുറെ മണിയടിച്ചു നോക്കി.